ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. താൻ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിച്ച് വൈറ്റ് ഹൗസിൽ വെടിവെയ്പ്പ് നടത്തിയൊരു യുവാവിൻ്റെ The White House shooter has been identified as Nisar Best. The gunman believed he was Jesus Christ. He opened fire on the White House checkpoint. മെയ് 24 ലോക സ്കിസോഫ്രീനിയ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് സ്കിസോഫ്രീനിയ. അതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. സ്കിസോഫ്രീനിയ എന്നാൽ ഒരു വ്യക്തിയുടെ ചിന്ത, വികാരം, സാമാന്യബോധം, പെരുമാറ്റം എന്നിവയെല്ലാം ബാധിക്കുന്ന ഒരു മസ്തിഷ്ക രോഗമാണ്. ഇത് പിശാചുബാധയല്ല. ശരിയായ ചികിത്സയും കുടുംബത്തിൻ്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് സാധാരണ ജീവിതം കഴിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് സ്കിസോഫ്രീനിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? ഇതിനെ 3 ആയിട്ടാണ് തിരിക്കുക. 1 പോസിറ്റീവ് ലക്ഷണങ്ങൾ, 2 നെഗറ്റീവ് ലക്ഷണങ്ങൾ, 3 വൈജ്ഞാനിക തലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. പോസിറ്റീവ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ലത് എന്ന അർത്ഥത്തിലല്ല, സാധാരണയായി ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക. അപ്പോൾ ആൾ ഈ ശബ്ദം കേട്ട് കഴിയുമ്പം അതിനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഇരിക്കും. അങ്ങനെയായിരിക്കും ലക്ഷണങ്ങൾ കാണുക. അല്ലെങ്കിൽ ഇല്ലാത്ത കാഴ്ചകൾ കാണുക. ഉദാഹരണമായിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടായിട്ട് കാണുന്നു. അപ്പോൾ ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷണമായിരിക്കും ചിലപ്പോൾ കാണുക. തെറ്റായ വിശ്വാസങ്ങൾ, ഇത് നമ്മൾ ഡെലൂഷൻസ് എന്ന് പറയും. ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ ആ വിശ്വാസത്തിൽ നിന്നും മാറില്ല. ഇവിടെ ഈ വ്യക്തിക്കുണ്ടായത് അങ്ങനെ ഒരു വിശ്വാസമാണ്. താൻ യേശുക്രിസ്തുവാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. അല്ല എന്നുള്ള തെളിവുകൾ കൊടുത്താലും ആൾ അതിൽ നിന്ന് പിന്മാറില്ല. അപ്പം നമുക്ക് ഈ പോസിറ്റീവ് സിംറ്റംസ് കാഴ്ചയിലുണ്ടാകാം, കേൾവിയിലുണ്ടാകാം, പലതരത്തിൽ ഇങ്ങനെ അനുഭവപ്പെടാം. അടുത്തത് നെഗറ്റീവ് ലക്ഷണങ്ങളാണ്. ഇതിൽ ഉദാഹരണമായിട്ട് സാധാരണ ഉത്സാഹക്കുറവ്, ഒന്നിനും താല്പര്യമില്ല, മുഖം ഭാവത്തിൽ യാതൊരു വ്യത്യാസമില്ലാതെ ഇരിക്കുക, ആളുകളുമായി ഇടപഴകാൻ താല്പര്യമില്ലാതിരിക്കുക, ഒരു കാര്യത്തിലും സന്തോഷമില്ലാതിരിക്കുക. ഇതെല്ലാം നെഗറ്റീവായിട്ടാണ്. അടുത്തത് വൈജ്ഞാനിക തലത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ചിന്തിക്കാനും ഓർമ്മിക്കുവാനുമുള്ള വിഷമങ്ങൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, ഓർമ്മക്കുറവ്, ഇതൊക്കെയാണ് സാധാരണ കാണുക. തീരുമാനമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വരാം. ഇനി എന്താണ് ഈ രോഗത്തിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു ഇതൊരു മസ്തിഷ്ക രോഗമാണ്, അതല്ലാതെ പിശാചുബാധയോ മറ്റ് ശാപങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട അപകട കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, 1 കുടുംബ ചരിത്രം. കുടുംബത്തിലൊരാൾക്ക് സ്കിസോഫ്രീനിയ അസുഖം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില മാനസിക ആഘാതങ്ങൾ, ഇതോടൊപ്പം തന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള ഉപയോഗം സ്കിസോഫ്രീനിയയുടെ പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഇത് മരുന്നുകളുടെ, അതായത് മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഇത് ചികിത്സയുണ്ടോ എന്നുള്ളതാണ്. സ്കിസോഫ്രീനിയയ്ക്ക് ദീർഘകാല പരിചരണം ആവശ്യമാണ്. ഇത് ചികിത്സിക്കാവുന്നൊരു രോഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് കൗമാരപ്രായത്തിൽ, അതായത് ചെറിയ പ്രായത്തിലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കണ്ട് ചികിത്സ നേടേണ്ടതാണ്. ചികിത്സയ്ക്ക് പല മരുന്നുകളുണ്ട്. നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയും. കൗൺസിലിംഗ് ഉണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ, സമൂഹത്തിൻ്റെ പിന്തുണ പ്രത്യേകം ആവശ്യമാണ്. മരുന്ന് കൃത്യമായി കഴിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. പെട്ടെന്ന് നിർത്തിയാൽ തീർച്ചയായിട്ടും രോഗം വീണ്ടും വരും. കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രോഗിയെ കുറ്റപ്പെടുത്തരുത്, നിനക്കൊന്നുമില്ല എന്ന് പറയരുത്, ക്ഷമയോടെ കേൾക്കുക, മരുന്ന് കൃത്യമായിട്ട് കഴിക്കാനായിട്ട് സഹായിക്കുക, ആളെ ഒറ്റപ്പെടുത്താതിരിക്കുക.
ഡോക്ടറെ കാണേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണുക. പ്രത്യേകിച്ച് ആത്മഹത്യാ ചിന്തകൾ, പെട്ടെന്നുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ, അസാധാരണമായ രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സംശയങ്ങൾ, ഇതെല്ലാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്കിസോഫ്രീനിയ ഉള്ള അസുഖം ഉള്ള രോഗികൾ പലപ്പോഴും അപകടകാരികളായ പെരുമാറ്റത്തിലേക്ക് പോകുന്ന ആൾക്കാരല്ല. സമൂഹത്തിൽ ശ്രദ്ധയോടുകൂടി പരിചരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ജീവിതം അവർക്ക് സാധ്യമാണ്. സ്കിസോഫ്രീനിയ ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കാവുന്ന രോഗമാണെങ്കിലും അത് ജീവിതത്തിൻ്റെ അവസാനമല്ല. ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് രോഗിക്ക് ശരിയായ ചികിത്സ നൽകിയാൽ അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനും കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കാനും സാധിക്കും. നമുക്ക് രോഗിയെ കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കാം, ഭയപ്പെടാതെ പിന്തുണ നൽകാം. Stay tuned. Thank you.